അടുത്തതായിട്ട് ഡൽഹി ട്രിപ്പിൽ ഞങ്ങൾ കാണാൻ പോയത് ഇന്ദിരാഗാന്ധി മ്യൂസിയം ആയിരുന്നു. ഇന്ദിരാഗാന്ധി ആരായിരുന്നെന്നോ അദ്ദേഹം എന്താണ് സമൂഹത്തിന് ചെയ്തതെന്നോ അദ്ദേഹം എങ്ങനെയാണ് മരിച്ചതെന്നോ അവരുടെ മകൻ ആരായിരുന്നെന്നോ ഒന്നും മിന്നുവിന് അറിയത്തില്ലായിരുന്നു. ഏതായാലും ഈ ഒരു ട്രിപ്പോട് കൂടി ഇന്ദിരാഗാന്ധി ആരായിരുന്നെന്നും നമ്മുടെ ഒരു പ്രൈം മിനിസ്റ്റർ ആയിരുന്നെന്നോ ഷി വാസ് ദ ഫസ്റ്റ് ലേഡി പ്രൈം മിനിസ്റ്റർ, ഒരു സ്ത്രീക്ക് എന്തുമാത്രം ഒരു രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ സാധിക്കുമെന്നും അവരുടെ മകനായിരുന്നു രാജീവ് ഗാന്ധി എന്നും അവരെങ്ങനെയാണ് മരിച്ചതെന്നുള്ള സ്റ്റോറീസ് ഞാനും മിന്നും കൂടി ഇപ്പം ഇന്ദിരാഗാന്ധിയുടെ നമ്പർ 1 സഫ്ദർജംഗ് റോഡിലുള്ള അവരുടെ വീട്ടിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ മ്യൂസിയമൊക്കെ കണ്ടു. അപ്പോൾ ഇവിടെയാണ് ഇന്ദിരാഗാന്ധിയുടെ അസാസിനേഷൻ നടന്ന സ്ഥലം. അപ്പം അതെല്ലാം ഞങ്ങൾ കാണുകയായിരുന്നു. നന്നായിട്ട് ഞങ്ങൾ അനലൈസ് ചെയ്ത് പഠിച്ച് അവിടുത്തെ ഓരോ മ്യൂസിയത്തിലെ ഓരോ പടങ്ങളും ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോയി ഇന്ദിരാഗാന്ധി മരിച്ച സ്ഥലമാണ് ഈ കാണുന്ന ഒരു ഭാഗം സെഗ്രിഗേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിൽക്കുകയാണ് ഇന്ദിരാഗാന്ധിയുടെ സ്ഥലത്ത്. ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോസ് എല്ലാം ഇവിടെ വോളിൽ, അവിടെയുള്ള പിക്ചേഴ്സും കാര്യങ്ങളും ഒക്കെ അവൾ എൻജോയ് ചെയ്തു. അതിൻ്റെ മൊത്തം വികാരവും അവൾ ഉൾക്കൊണ്ടു. ഒരു പിക്ചറിൽ പോലും അവൾക്ക് ചിരിക്കാൻ തോന്നുന്നില്ല, കാരണം അവൾക്ക് ഒത്തിരി ഹേർട്ടായി ഇന്ദിരാഗാന്ധി മരിച്ചതും കാര്യങ്ങളും ഒക്കെ സംസാരിച്ചപ്പോൾ. ഇന്ദിരാഗാന്ധിയുടെ ഇതൊരു MP-യുടെ ഒരു വീട് ഹൗസാണ്. പ്രൈം മിനിസ്റ്ററിൻ്റെ വീട് കൊടുക്കുന്നതുകൊണ്ട് എന്തുമാത്രം വലിയൊരു ഏരിയ ആണ്, ഗാർഡനിലാണെന്ന്. മിന്നുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഡൽഹി ട്രിപ്പിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്നു എന്ന് ചോദിച്ചാൽ അവൾ പറയും ഇന്ദിരാഗാന്ധി മ്യൂസിയം ആയിരുന്നെന്ന്. അത്രയ്ക്ക് വർത്തായിരുന്നു ഇന്ദിരാഗാന്ധി മ്യൂസിയം മിന്നുവിനെ സംബന്ധിച്ചിടത്തോളം. ഒരു കുഞ്ഞു കൊച്ചിനെ കഥകൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തപ്പോൾ അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാനും മിന്നും കൂടെ ഡൽഹിയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഞങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ മെമ്മോറിയൽ സ്ഥലം കണ്ടിട്ട് 1 സഫ്ദർജംഗ് റോഡാണിത്. So beautiful. So beautiful. So elegant. Just looking like it. Bye. ഇന്ദിരാഗാന്ധി മ്യൂസിയത്തിന് ശേഷം ഞങ്ങൾ അടുത്തതായിട്ട് പോയത് തീൻമൂർത്തി ഭവൻ, ജവഹർലാൽ നെഹ്റുവിൻ്റെ മ്യൂസിയത്തിലോട്ടാണ്. ആ മ്യൂസിയത്തിലാണെങ്കിലും കാണുവാൻ മാത്രം ജവഹർലാൽ നെഹ്റുവിൻ്റെ ആ ഒരു ജാക്കറ്റ്, അത് ആ ഒരു ഫേമസ് ജാക്കറ്റ് ആയിരുന്നു. അത് കാണുവാൻ സാധിക്കുന്നത് എനിക്ക് വലിയൊരു സന്തോഷം തോന്നി. അതിനുശേഷം ഓരോ ഭാഗങ്ങളും ഈ ജവഹർലാൽ നെഹ്റു എഴുതിയിരിക്കുന്ന ലെറ്റേഴ്സ്, അതൊക്കെ ഞങ്ങൾ ഒത്തിരി അത്ഭുതപ്പെടുത്തി. ഇതിനോടൊപ്പം തന്നെ വളരെ ഒരു മനസ്സിലാക്കിയ ഒരു കാര്യം, നമുക്ക് എന്താണ് ഇവിടുന്ന് ഒരു ടേക്ക് അവേ എന്ന് ചോദിച്ചാൽ, ഇന്ദിരാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും വീടുകൾ സന്ദർശിച്ചപ്പോഴാണ് അവരുപയോഗിച്ചിരിക്കുന്ന പുസ്തകങ്ങളുടെ കണക്ക് 1000 ബുക്കുകളെങ്കിലും കാണും ആ വീടുകളിൽ സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും പഠിച്ച് വളർന്നതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു നിലയിലെത്തിയത് എന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് മനസ്സിലാക്കി. അപ്പോൾ മിറേലിനോട് ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഭാവിയിൽ ആരാവണം എന്ന് പറയുമ്പോൾ നന്നായിട്ടൊരു പഠിച്ച് ഒരു വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലേഡി ആവണം, ഒരു IFS ഓഫീസർ ആവണം എന്നൊക്കെയാണ് ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ ഒരു സ്ഥലത്ത് നിന്നും ഞങ്ങൾക്ക് മനസ്സിലായി ഇന്ദിരാഗാന്ധിക്ക് അല്ല ജവഹർലാൽ നെഹ്റു ടോപ്പ് ലെവലിൽ എത്തിയത്. ഇത്രയും പുസ്തകങ്ങൾ ഒരാളെ കൊണ്ട് വായിക്കാൻ പറ്റുമോ? ഇന്ദിരാഗാന്ധിയുടെ വീട്ടിൽ ചെന്നപ്പോഴും കാണാം 10,000 ബുക്കുകൾ, ജവഹർലാൽ നെഹ്റുവിൻ്റെ അടുത്ത് ചെന്നപ്പോഴും കാണാം അതുപോലെ ബുക്കുകൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലെറ്റേഴ്സൊക്കെയാണ് ഇപ്പോൾ ഈ കാണുന്നത്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, എത്ര നോളജബിളാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ ലെറ്റേഴ്സും കാര്യങ്ങളും. പിന്നെ ഇവിടെ ഒരു സ്റ്റാച്യൂസ് ഇങ്ങനെ അവർ വെച്ചിട്ടുണ്ട്. നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിനെ മിന്നുവിന് നല്ല പരിചയമാണ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി കണ്ടേ പിന്നെ അദ്ദേഹത്തിന് ആദ്യം തന്നെ റെക്കഗ്നൈസ് ചെയ്തു. ഏതായാലും അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. വളരെ 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 രസമായിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. നമുക്കെല്ലാവരെയും ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ ഒരു ഭാഗമുള്ളത്. ഇവിടെ എന്താണെന്ന് ആരും എക്സ്പ്ലെയിൻ ചെയ്തു തന്നില്ല, പക്ഷെ നല്ല ഗാർഡനും ഒക്കെ വെച്ച് ഞങ്ങൾ അവിടെയും കുറേ ഫോട്ടോസ് എടുത്തു. ബൈ.